ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് കുറച്ച് നാളായല്ലേ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കൊറിയയിലോട്ട് വരുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ബട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും സ്റ്റാർട്ടിങ് മുതൽ തന്നെ. സോ യാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് തോന്നും. ലേൺ ടു ഷേപ്പ് ഓർ ത്രെഡ് യുവർ ഐബ്രോ. അതായത് കൊറിയയില് ബ്യൂട്ടി പാർലറിൽ ഐബ്രോ ത്രെഡ് ചെയ്യുന്ന സർവീസ് ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ കൊറിയയിലുള്ള ആൾക്കാരുടെ ഐബ്രോ ഇസ് വെരി ലൈറ്റ്. ഓക്കെ, അവർക്ക് നമ്മളെപ്പോലെ ഇങ്ങനെ പരന്ന് കാട് പോലെ കിടക്കുന്ന ഐബ്രോസ് ഇല്ല. അത് കാരണം ത്രെഡിങ് പരിപാടി ഇവിടെ ഇല്ല. അത് കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ എങ്ങനെ ഷേപ്പ് ചെയ്യാറെന്ന് വെച്ചാൽ ഐ യൂസ് ബ്ലേഡ്. കാരണം ത്രെഡ് വെച്ചിട്ട് എനിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. സോ ജസ്റ്റ് ഇവിടെയും ഇവിടെയൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കലാണ് എൻ്റെ പതിവ്. സോ യാ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബീങ് ക്വയറ്റ് ഇൻ സബ്വേ, ബസ്, അപ്പാർട്ട്മെന്റ്, ലൈക്ക് ഓൾമോസ്റ്റ് എവ്രിവെയർ. കൊറിയയിൽ ബസ്സിലും സബ്വേയിലൊക്കെ പോകുമ്പം ആൾക്കാർ സംസാരിക്കാറില്ല. മോസ്റ്റ് ഓഫ് ദം വിൽ ബി ഓൺ ദെയർ ഫോൺ. ഇനി അഥവാ പിന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ദേൽ ടോക്ക് ഇല്ലേ, ദേൽ ബി ലൈക്ക് വിസ്പറിങ്. മെല്ലെ സംസാരിക്കുള്ളൂ. ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബസ്സിൽ പോവായിരുന്നു. ബസ്സിലൊരു ഞങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ഒരു 5-6 ആൾക്കാരുണ്ടാവുള്ളൂ. ഓക്കെ, ബട്ട് ഞാനും അവളും ഫ്രണ്ടാണല്ലോ. സോ വി വെർ ടോക്കിംഗ്. ദെൻ ദിസ് ആജുഷി വാസ് ലൈക്ക്, ഞങ്ങൾ 2 മിനിറ്റ് ഞങ്ങൾ സൈലന്റ് ആയിരുന്നു. ബട്ട് ദെൻ വി കണ്ടിന്യൂഡ് അഗൈൻ. കാരണം എന്താണെന്ന് വെച്ചാൽ വി ആർ ഫ്രണ്ട്സ്, ഇറ്റ്സ് ഓക്കെ ടു ടോക്ക്. ലൈക്ക് നമ്മൾ ഭയങ്കര ലൗഡായിട്ടൊന്നല്ല സംസാരിച്ചത്, വി ആർ ജസ്റ്റ് ടോക്കിംഗ് നോർമലി. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്, ദേ ഡോണ്ട് ടോക്ക്. അവരിത് എങ്ങനെയാണ് വിചാരിക്കുന്നത് വെച്ചാൽ ബീങ് കൺസിഡറേറ്റ് ടു അതേഴ്സ് എന്നാണ് അവർ ഈ ഒരു സംഭവത്തിനെ കാണുന്നത്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ബാഡ് ആക്ച്വലി. യു ക്യാൻ ടോക്ക് നോർമലി, നോട്ട് ലൈക്ക് ലൗഡ് ആൻഡ് ഓൾ, ബട്ട് യു ക്യാൻ ടോക്ക് നോർമലി. കാരണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഹൗ വി ഹാവ് അഫെക്ഷൻ ടുവേർഡ്സ് ഈച്ച് അതർ, റൈറ്റ്? ഇവിടെ അപ്പാർട്ട്മെന്റിനൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല. ഹാളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ചുയിമ്യോങ്, അതായത് പ്ലീസ് ബി ക്വയറ്റ്. ആൻഡ് ഓൾസോ എൻ്റെ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ട്, ഓക്കെ, ഹീസ് കൊറിയൻ. അപ്പോൾ നമ്മളിങ്ങനെ റൂമിൽ സംസാരിക്കുമ്പം അറ്റ് 10 o'clock ആൻഡ് ഓൾ നൈറ്റ് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ നോർമലായിട്ടായിരിക്കും സംസാരിക്കുക. ബട്ട് ഹീൽ ബി ലൈക്ക് ലൈക്ക് ടോക്ക് ലൗഡ്, എങ്ങനെ പറയുക, പതുക്കെ സംസാരിക്കാൻ പറയും, വിച്ച് ഐ ഫൈൻഡ് വെരി ഇറിറ്റേറ്റിംഗ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹിം, ജനറലി അബൌട്ട് കൊറിയൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ കൺസിഡറേറ്റ് ആവുക എന്ന് വിചാരിച്ചിട്ടാണ്. ഐ ഫീൽ ലൈക്ക് ദേ ഡോണ്ട് ഹാവ് അഫെക്ഷൻ ടുവേർഡ്സ് ഈച്ച് അതർ. ഈ റൂമിൽ നിന്ന് അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ ഐ കനോട്ട് ആസ്ക് ദ നെക്സ്റ്റ് ഡോർ പീപ്പിൾ. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് നിൽക്കുന്ന കാരണമാണ് നമുക്ക് ഹെൽപ്പ് ചോദിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളത്. ബട്ട് ഇവർ കൺസിഡറേറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി പോലും ഇവർക്കില്ല. ദേ ആർ ലൈക്ക് ദേ തിങ്ക് ട്വൈസ് ഓർ 100 times ബിഫോർ ഹെൽപ്പിംഗ് അതേഴ്സ്. സോ യാ, ഐ ഫൈൻഡ് ഇറ്റ് വെരി കൈൻഡ് ഓഫ് ഇറിറ്റേറ്റിംഗ് ആക്ച്വലി. പ്ലീസ് ബി നോർമൽ ഗൈസ്. ഇവർ ആകെ സംസാരിക്കുന്നത് റെസ്റ്റോറൻറ്റ്സിലാണ്. ഓക്കെ, നമ്മളെ നാട്ടിൽ റെസ്റ്റോറൻറ്റിലായിരിക്കും സൈലന്റ് ആയിട്ടുണ്ടാവുക. കാരണം ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ വി ടോക്ക് ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച്. ബട്ട് ഇവിടെ ഭയങ്കര ലൗഡാണ്. ദേ ഡ്രിങ്ക്, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡ്രിങ്ക് കഴിച്ചുകൊണ്ട് ഭയങ്കര ലൗഡായിട്ടാണ് സംസാരിക്കുക, വിച്ച് ഐ ഫൈൻഡ് ഇറിറ്റേറ്റിംഗ്. കാരണം ഭയങ്കര ലൗഡാണത്. ഒരു തവണ ഐ വാസ് ലൈക്ക്, ഗൈസ് പ്ലീസ് ബി ക്വയറ്റ്. ദാറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പാർട്ട്മെന്റിലൊന്നും രാത്രി 10 മണിക്ക് ശേഷം, രാത്രി 10 മണിയല്ല, 7 മണിക്ക് ശേഷം നമ്മളിങ്ങനെ വാഷിംഗ് മെഷീൻ ഒന്നും ഓണാക്കാൻ പാടില്ല. അങ്ങനത്തെ കുറേ റൂൾസ് ഒക്കെ ഉണ്ട്, which is okay actually, but yeah, that is how people here. Please be quiet in subway, bus or anywhere. At least don't be loud. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലേൺ ഹൗ ടു സ്പീക്ക് കൊറിയൻ ആണ്. അറ്റ്ലീസ്റ്റ് ബേസിക് കൊറിയൻ. നിങ്ങളിവിടെ ട്രാവലിനാണ് വരുന്നതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആപ്സ് ഒക്കെ, പപ്പാഗോ ഇങ്ങനത്തെ ആപ്സ് ഒക്കെ വെച്ച് സർവൈവ് ചെയ്യാം. ബട്ട് നിങ്ങളിവിടെ ലോങ് ടേം സ്റ്റേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലേൺ ബേസിക് കൊറിയൻ അറ്റ്ലീസ്റ്റ്. അത് നിങ്ങളുടെ ഇവിടുത്തെ ഡെയിലി ലൈഫ് കുറച്ചും കൂടെ ഈസി ആക്കും. അത് മാത്രമല്ല, യു വിൽ ഫീൽ ഇൻക്ലൂഡഡ് ഇൻ ദ സൊസൈറ്റി. നിങ്ങളൊരു പുതിയ കൺട്രിയിൽ പോകുമ്പം അവിടുത്തെ ലാംഗ്വേജ് അറിയാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് പീപ്പിൾ വിൽ അപ്രീഷിയേറ്റ് യു ഫോർ സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്. ഐ നോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദേ ഡോണ്ട് സ്പീക്ക് English, they expect us to learn Korean, blah blah blah. But guys,
You are in their country. You are supposed to speak their language little bit at least. Karanam, that is how it works. Understand. People always try to justify their reasons rather than understanding others. സോ നിങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പം കൊറിയൻ കുറച്ചെങ്കിലും പഠിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ മാത്രമല്ല, ജോലി കിട്ടാനും പാർട്ട് ടൈം ജോബൊക്കെ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറേ കൂടുതലായിരിക്കും നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയെങ്കിൽ. ഇവിടെ ജോബ് ഇല്ലാണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എവറിത്തിങ് ഇസ് എക്സ്പെൻസീവ്. അതുകൊണ്ട് ലാംഗ്വേജ് പഠിച്ചിട്ട് വരിക. അത് മാത്രമല്ല, നിങ്ങൾ കൊറിയൻ പഠിക്കാനാണ് ഇവിടെ വരുന്നത് എങ്കിൽ പോലും നാട്ടിൽ നിന്ന് കുറച്ച് കൊറിയൻ പഠിച്ചിട്ട് വരുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ കൊറിയൻ ലാംഗ്വേജ് കരിക്കുലം എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആണ്. ഫസ്റ്റ് ലെവലിൽ തന്നെ ദേ ഡോണ്ട് സ്പീക്ക് കൊറിയൻ, അതായത് സ്പീക്ക് കൊറിയൻ അല്ല, ഇംഗ്ലീഷ്. ടീച്ചേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കില്ല, അവർ എല്ലാം കൊറിയനിലാണ് സംസാരിക്കുക. സിമ്പിൾ ആണെങ്കിലും ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ടു ലേൺ. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് കുറച്ച് കൊറിയൻ പഠിച്ചിട്ട് വരിക. അതാണ് നിങ്ങളുടെ മനസ്സമാധാനത്തിന് നല്ലതെന്ന് പറയും ഞാൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് പുട്ട് ടോയ്ലറ്റ് പേപ്പേഴ്സ് ഇൻസൈഡ് ടോയ്ലറ്റ്. ഇത് എല്ലാ സ്ഥലത്തും ബാധകമല്ല. ചില സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഹ്യൂജിറിൽ പ്യോങ്കിയെ പോരിജി മാസയോ സെഗി തുങ്ങെ പോരോ ചൂസയോ. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ you have to put toilet papers inside the waste basket. Otherwise you can put inside toilet. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്ലംബിംഗ് സിസ്റ്റം കാരണമാണ്. ടോയ്ലറ്റ് ക്ലോഗ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൊറിയയിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. കൊറിയ ഹാസ് എ വെരി പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട്, പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ്സ് തുടങ്ങി റീസൈക്ലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ സെപ്പറേറ്റ് ആയിട്ട്, നോർമൽ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ വേണം കളയാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഇതിനൊക്കെ സെപ്പറേറ്റ് കവേഴ്സും ഉണ്ട്. ഫുഡ് വേസ്റ്റ് കളയാനൊരു കവറ്, നോർമൽ വേസ്റ്റ് കളയാനൊരു കവറ്. ഇതൊക്കെ നിങ്ങൾക്ക് ഡൈസോയിൽ വാങ്ങിക്കാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർ ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും. കാരണം അല്ലെങ്കിൽ അവർക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ പോകുമ്പം യു ഹാവ് ടു നോ ഹൗ ദേ ഡു മാനേജ് ദെയർ വേസ്റ്റ്. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കളയാൻ വേസ്റ്റ് ഉണ്ടെങ്കിൽ യു കനോട്ട് ജസ്റ്റ് ത്രോ ഇറ്റ് എനിവെയർ. വേസ്റ്റ് ബാസ്ക്കറ്റും കാണാൻ പറ്റില്ല. കൊറിയയിൽ ഭയങ്കര റെയർ ആയിട്ടേ വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാഗിലിട്ടിട്ട് വീട്ടിലോട്ട് വരിക, വീട്ടിൽ നിന്ന് കളയുക എന്നുള്ളതാണ് മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നത്. വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കാർഡ്ബോർഡ്സ് ഒക്കെ കളയുമ്പോൾ പ്രോപ്പറായിട്ട് കളയാൻ നോക്കുക. കാരണം അത് കളക്ട് ചെയ്തിട്ട് വിറ്റ് വരുമാനമാർഗം ആയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. മോസ്റ്റ്ലി വയസ്സായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ വിറ്റിട്ട് ദേ ഗെറ്റ് മണി. സോ പ്ലീസ് ഡു ഇറ്റ് പ്രോപ്പർലി. ഇറ്റ് ഹെൽപ്സ് ദം ഇൻ സം വേ. അത് കാരണം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സീബ്ര ലൈൻ ക്രോസിംഗ് ഇൻ കൊറിയ ആണ്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ബട്ട് താങ്ക്ഫുള്ളി എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഐ കെയിം ടു നോ അബൌട്ട് ഇറ്റ്. ഇവിടെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ എപ്പോഴും നമ്മളെ നാട്ടിലെ പോലെ വണ്ടി വരുന്നത് നോക്കി ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പകരം സീബ്ര ലൈൻ ക്രോസിങ്ങിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് സിഗ്നൽ പോലെ. അത് റെഡ് ആണെങ്കിൽ ക്രോസ് ചെയ്യാൻ പാടില്ല, അത് ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാം. ഗ്രീൻ ആകുമ്പോൾ തന്നെ ചെറിയ റോഡാണെങ്കിൽ 10 to 15 seconds, വലിയ റോഡാണെങ്കിൽ 1 minute അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ 30 seconds അങ്ങനെയൊക്കെയാണ് ടൈം വെച്ചിട്ടുണ്ടാവുക. ആ ഒരു സമയത്ത് നമ്മൾ ക്രോസ് ചെയ്യുക. ആ സമയത്ത് വണ്ടികളൊക്കെ സൈഡിൽ നിർത്തി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെരി സേഫ് ദാറ്റ് വേ. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിഡൻസ് ഒക്കെ കുറവാണ്. ആക്ച്വലി ഇവിടെ മോസ്റ്റ്ലി കൊറിയയിൽ നമ്മൾ കേട്ട് വരുന്ന ആക്സിഡൻറ്റ്സ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഒക്കെയാണ് ചില സമയങ്ങളിൽ. ഓക്കെ, അല്ലാത്ത ആക്സിഡൻസ് ഒക്കെ ഭയങ്കര കുറവാണ് ബിക്കോസ് ഓഫ് ദീസ് പ്രോപ്പർ സീബ്ര ലൈൻ ക്രോസിംഗ് ആൻഡ് ഓൾ. ആൻഡ് ഇറ്റ്സ് വെരി സേഫ് ഫോർ കിഡ്സ് ഓൾസോ. കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കും, പേരൻസ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ യു ഹാവ് ടു ഫോളോ ദാറ്റ് ആസ് വെൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് എൽഡേഴ്സ് ടു പേ ഇൻ ദ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഓൾ. അതായത് ഇപ്പം നമ്മൾ കുറച്ച് വലിയ മുതിർന്ന ആൾക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് മോസ്റ്റ്ലി ചെയ്യുന്നത് എൽഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂസ് ആയിട്ടാണ് ആൾക്കാർ കാണുക. അഥവാ നമ്മൾ പറയുകയാണ് ഇല്ലില്ല ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ചൊരു കൺസിഡറേറ്റ് ആവുക എന്നുള്ള വിചാരിച്ചിട്ടാണ്. ബട്ട് ദേ സീ ഇറ്റ് ആസ് എ പ്രസ്റ്റീജ് ഇഷ്യൂ. കാരണം എനിക്ക് അത്രയും പൈസ ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അവർ. അതുകൊണ്ട് തന്നെ വലിയ വലിയ മുതിർന്ന ആൾക്കാരുടെ, വയസ്സിന് മുതിർന്ന ആൾക്കാരുടെ കൂടെ പോവുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ലെറ്റ് ദം പേ. ജസ്റ്റ് താങ്ക്ഫുള്ളി അക്സെപ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ ദേ വിൽ ഫൈൻഡ് ഇറ്റ് റൂഡ്. നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പം റൈസ് ബോളിൽ ചോപ്സ്റ്റിക്ക് കുത്തിവെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇത് യൂഷ്വലി ചെയ്യുന്നത്
അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആൻസെസ്റ്ററൽ റൈറ്റ്സ് ഒക്കെ ചെയ്യില്ലേ, ആ സമയത്ത് മരിച്ച ആൾക്കാർക്ക് വേണ്ടി പ്രേ ചെയ്യണ സമയത്താണ് അവരിങ്ങനെ ചോപ്സ്റ്റിക്ക് റൈസ് ബോളിൽ കുത്തി വെക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ നോർമലി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നത് ഇസ് കൺസിഡേർഡ് ആസ് റൂഡ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക. ഇത് നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോപ്സ്റ്റിക്ക് ഒന്നും അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരായ കാരണം പെട്ടെന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും നമ്മൾ ചോപ്സ്റ്റിക്ക് എടുത്തിട്ട് റൈസിൽ കുത്തി വെച്ചിട്ട് സ്പൂൺ എടുത്തിട്ട് ഈ സൂപ്പൊക്കെ കഴിക്കുക ഇതെന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ട്രൈ ടു അവോയ്ഡ്. കോൺഷ്യസ്ലി നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾ ചേരേനെ തിന്നണ നാട്ടിൽ പോകുമ്പം ചേരേൻ്റെ നടുക്കഷ്ണം കഴിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് നാട്ടിലാണോ പോകുന്നത് ആ നാട്ടിലുള്ള റൂൾസൊക്കെ കുറച്ചൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മാനേഴ്സ് എന്ന് പറയുന്നത്. സോ യാ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ARC, ടി മണി കാർഡ്. എനിക്ക് കൊറിയയിൽ വരുന്നതിന് മുമ്പ് ടി മണി കാർഡിനെ പറ്റി അറിയണ്ടായിരുന്നില്ല. ARCനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ഈ യൂണിവേഴ്സിറ്റിക്കുള്ള ഫോം ഫില്ല് ചെയ്യുമ്പോൾ ദേ ടോക്ക് അബൌട്ട് ARC ആൻഡ് ഓൾ. ടി മണി കാർഡ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാർഡാണ്. കൊറിയയിൽ സബ്വേയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല, ടി മണി കാർഡാണ്. ടി മണി കാർഡ് നമുക്ക് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, അവിടെ നിന്ന് തന്നെ റീചാർജ് ചെയ്യാനും പറ്റും. റീചാർജ് ചെയ്യുക, ബസ്സിൽ അല്ലെങ്കിൽ സബ്വേയിലൊക്കെ പോകുമ്പം ടാപ്പ് ചെയ്യുക, അതാണ് പതിവ്. ഓക്കെ, സോ അതാണ് ടി മണി കാർഡ്. നെക്സ്റ്റ് ARC, ഏലിയൻ രജിസ്ട്രേഷൻ കാർഡ് എന്ന് പറയുന്നത് ഫോറിനേഴ്സിനുള്ള ഐഡന്റിറ്റി കാർഡാണ്. 6 മാസത്തിൽ കൂടുതൽ കൊറിയയിൽ താമസിക്കുന്ന ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ARC പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നത് കോളേജിൽ നിന്നായിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, കോളേജിൽ യു വിൽ ഹാവ് സം ടൈം ടു അപ്ലൈ ഫോർ ARC. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഏലിയൻ രജിസ്ട്രേഷൻ കാർഡ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല, സിം എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ആപ്പിലൊക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ കോൺസേർട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം ARC ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. യാ, സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ARC ആൻഡ് ടി മണി കാർഡ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ആപ്സ് ടു യൂസ് ആണ്. ഓക്കെ, ഇതും എനിക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല കൊറിയയിൽ വരുന്നതിന് മുമ്പ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ ഈ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. നമ്മൾ ആമസോൺ പോലുള്ള കൊറിയയിലുള്ള ആപ്പ് എന്ന് പറയുന്നത് കുപ്പാങ് ആണ്. കുപ്പാങ്ങിൽ നിന്ന് നമുക്ക് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ഈവൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ഓർഡർ ചെയ്യാം. നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവർ ആവും. ഓക്കെ, ആൻഡ് വെരി ഫ്രഷ് വെജിറ്റബിൾസ്, വെരി ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് ഓൾ, ആൻഡ് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ചീപ്പ് ആസ് വെൽ. ഓക്കെ, ഡ്രസ്സും ഓർഡർ ചെയ്യാം. ഓൾമോസ്റ്റ് എവറിത്തിങ് യു ക്യാൻ ഓർഡർ ത്രൂ കുപ്പാങ്. രണ്ടാമത്തേന്ന് പറയുന്നത് മാപ്പാണ്. മാപ്പിൽ നെവർ മാപ്പ്, കക്കാവോ മാപ്പ്, സബ്വേ ആപ്പ് ഇതൊക്കെ യൂസ്ഫുൾ ആണ് ടു സീ ദ റൂട്ട് ആൻഡ് യൂസ് സബ്വേ ഓർ ബസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറി ആപ്പ്. കുപ്പാങ് ഈറ്റ്സ് ആണ് ഇവിടുത്തെ മോസ്റ്റ്ലി ആൾക്കാരും യൂസ് ചെയ്യാറ്. ഞാൻ അങ്ങനെ ഫുഡ് ഡെലിവർ അല്ല, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാറില്ല. ബട്ട് കുപ്പാങ് ഈറ്റ്സ് ഇസ് വെരി ഹെൽപ്ഫുൾ. നെക്സ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് ക്ലോത്ത്സ് ഒക്കെ വാങ്ങിക്കാനുള്ള ആപ്പാണ്. കൊറിയയിലുള്ള കുറച്ചൊക്കെ ട്രെൻഡി ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ വാങ്ങിക്കാൻ നല്ല ആപ്പ് എന്ന് പറയുന്നത് ആബ്ലി, പിന്നെ സിക്സാഗ്, മുസിൻസ, പിന്നെന്താ കുപ്പാങ്ങിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കുറച്ച് ചീപ്പായിട്ട്. പിന്നെ ഷെയിൻ, ടേമുല് ഞാൻ അത്ര അങ്ങോട്ട് സജസ്റ്റ് ചെയ്യില്ല ഡ്രസ്സൊന്നും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ടേമു ഓൾസോ ഇസ് എ ഗുഡ് ആപ്പ്. പാർട്ട് ടൈമിനുള്ള ആപ്സ് എന്ന് പറയുന്നത് അൽബാമൂൺ, ക്രാഗ് ലിസ്റ്റ്, ജോബ് കൊറിയ, കോവർക്ക് ഇതൊക്കെയാണ്. സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ്, ഈ ആപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. തങ്കൻ അഥവാ ക്യാരറ്റ് ആപ്പ് എന്നാണ് പറയുക. ഈ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരെ ഐറ്റംസ് കിട്ടും. കാരണം ഇവിടെ നമ്മൾ ഇപ്പം ഈ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. സോ അവർ ഈ ഒരു കൊറിയ വിട്ട് പോകുമ്പം ദേ ഹാവ് ടു ത്രോ ദെയർ തിങ്സ്. അതായത് ചുമ്മാ നമുക്ക് റോഡിൽ ത്രോ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല, അതിന് നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ തങ്കൻ ആപ്പ് അല്ലെങ്കിൽ ക്യാരറ്റ് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ട് പറയും ഇത് ഫ്രീ ആണ്, യു ക്യാൻ കം ആൻഡ് കളക്ട്. ഓക്കെ, ചില ആൾക്കാർ പൈസയ്ക്ക് വിൽക്കും, ചില ആൾക്കാർ കുറച്ച് പൈസയ്ക്ക്, ചില ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കും. സോ തങ്കൻ ആപ്പ് ഇസ് വെരി യൂസ്ഫുൾ. ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല, ബട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട്. നമ്മളങ്ങനെ നമ്മുടെ ലാസ്റ്റ് പോയിന്റിൽ തിരിക്കുകയാണ്, വിച്ച് ഈസ് ഗിവിങ് ആൻഡ് റിസീവിങ് തിങ്സ് വിത്ത് 2 hands. അപ്പോൾ നമ്മൾ ഈ കൺവീനിയൻസ് സ്റ്റോറിനൊക്കെ പോയിട്ട് പൈസയൊക്കെ വാങ്ങിക്കില്ലേ, അല്ലെങ്കിൽ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഗെറ്റ് ഇറ്റ് വിത്ത് 2 hands. അതൊരു മാനേഴ്സ് ആയിട്ടാണ്, മാനേഴ്സ് അല്ല റെസ്പെക്റ്റ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഞാനത് എപ്പോഴും ഫോളോ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാവും, ഈ കയ്യിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബട്ട് വെനെവർ യു ക്യാൻ ഫോളോ ദിസ് പ്രോപ്പർലി, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഇറ്റ് helps them, it makes them feel good. Elders ഒക്കെ ആണെങ്കിൽ it makes them feel respected and also. So guys, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള
പോയിന്റ്സ് എന്ന് പറയുന്നത്. ഐ റിയലി ഹോപ്പ് ഈ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഐ നോ ദേ ആർ വെരി ബേസിക് തിങ്സ്, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ. നമ്മളൊരു നാട്ടിൽ പോകുമ്പം അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ പോകുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കും. സോ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.